മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ അവരെ മരണശേഷവും അവർ ഇവിടെ നേതൃത്വം നൽകുന്നു. മാത്രമല്ല, അവർ നേതൃത്വം നൽകിയതായ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോൾ പല മൗലവിമാരെ നേതൃത്വം. പിന്നീട് എന്നോട് നമ്മളെ ഇഷമായി പെട്ട് വളരെ അത് ചർല സലീം ദാരിമേരിക്ക പറഞ്ഞു, ഉസ്താദ് ആ പറയുന്നത് ഈ ഒരു ഇബാറത്ത് ഞാൻ കണ്ടുകിടുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇബാറത്ത് കണ്ടിട്ടൊന്നും പറഞ്ഞതല്ല, എനിക്ക് നമ്മളൊരു അടിസ്ഥാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ ചില ഉസൂലുകൾ, ആ ഉസൂലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന്. പക്ഷെ അതേപോലെ മഹാന്മാർ ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ, ആ സംഘടനകളൊക്കെ അവരതിൻ്റെ പിന്നിൽ അതിനെ നയിച്ചുകൊണ്ട് അതിനേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിക്കൊടുന്നു പോലും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകളൊക്കെ. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹിക്കമിലെ 226-ാമത്തെ ഹിക്മത്താണ് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, ഇൻ അറത്ത അല്ലാ തുഅ്സല ഫലാ തതവല്ല വിലായതൻ ലാ തദൂമു ലക്. ഇൻ അറത്ത, നീ ഉദ്ദേശിച്ചാൽ, അല്ലാ തുഅ്സല, നിന്നെ ഒഴിവാക്കപ്പെടാതിരിക്കലിനെ, ഉദ്യോഗത്തിൽ നിന്ന് ലഭിച്ച സ്ഥാനത്തിൽ നിന്ന് പിരിച്ചിടപ്പെടാതിരിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ, നിനക്കൊരു സ്ഥാനമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോവരുത് എന്നൊരു ചിന്താഗതി എനിക്കുണ്ടെങ്കിൽ, വലിയ വലിയ ആളുകളുടെ ചിന്താഗതി അങ്ങനെ തന്നെയാണ്. ഏത് സ്ഥാനത്തെത്തിയാലും അതിൽ നിന്ന് വീണ്ടും ഉയരണം എന്ന ചിന്താഗതിയല്ലാതെ ഉള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോവണമെന്ന് ഒരു മഹാനും ഒരു കാര്യപ്പെട്ട ഒരാളും ഒരു ബുദ്ധിമാനും ആഗ്രഹിക്കൂല. ആ ഒരു ബുദ്ധിമാന്മാരുടെ കാഴ്ചപ്പാടിലാണ് നീ ഉള്ളത് എങ്കിൽ ഏതൊരാളും സാധാരണഗതിയിൽ പറഞ്ഞ വാക്കാണ്, SI ആയ ഒരാൾക്ക് പോലീസുകാരനായി നിന്ന് ജോലി ചെയ്യാൻ കഴിയൂല. അതുപോലെ ഒരു ഓഫീസിലെ ഉയർന്ന സ്ഥാനത്തുണ്ടായിരുന്ന ഒരാള് അവിടുത്തെ തൂപ്പുകാരനാകാൻ കഴിയൂല. താഴ്ന്ന മർത്തബയിലുള്ള സ്ഥാനത്തുള്ളവർക്ക് ഉയരാൻ പറ്റും, ഉയർന്ന ആളുകൾ താകാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. ആ ഒരു ചിന്താഗതി എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഇന്നറത്ത, നീ ഉദ്ദേശിച്ചാൽ, അല്ലാ തുഅ്സല, നിനക്ക് ലഭിച്ചതായ സ്ഥാനമാനങ്ങളിൽ നിന്ന് നിന്നെ ഒഴിവാക്കപ്പെടാതിരിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ, നീ ചെയ്യുന്ന പണി എന്താ? ഫലാ തതവല്ല, വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഫലാ തതവല്ല, നീ ഏറ്റെടുക്കരുത്, വിലായത്തൻ, ഒരു അധികാരത്തെ. എങ്ങനെയുള്ള അധികാരമാണ്? ലാ തദൂമു ലക, അത് നിനക്ക് ശാശ്വതമാവൂല, നിന്നിൽ നിന്ന് അത് പോകും. എന്തായാലും പോകുമെന്ന് ഉറപ്പുള്ള ഒരു അധികാരം നിന്നടുക്കിലേക്ക് വന്നാൽ നീ അത് ഏറ്റെടുക്കാതെക്കുക. അതാണ് അതിന്റെ മാർഗം. അതിന്റെ മാർഗം അതാണ്. ദായിമാവാത്ത അധികാരങ്ങൾ നിന്നിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് നീ ഏറ്റെടുക്കണ്ട. ഏറ്റെടുത്തു കഴിഞ്ഞാൽ നീ ഒന്നിരിക്കൽ അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കപ്പെടും, അല്ലെങ്കിൽ നീ ഒഴിവാവേണ്ടി വരും. രണ്ടും നിന്റെ ഉദ്ദേശത്തിന് എതിരാ. നിന്റെ ഉദ്ദേശം നീ കൂടുതൽ 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 മേൽപോട്ട് കയറിപ്പോവണം എന്നുള്ള ചിന്താഗതിയാണ് നിനക്കുള്ളത്. ആ ചിന്താഗതിയിലുള്ള നിനക്ക് ഒരു കാരണവശാലും ലഭിച്ച സ്ഥാനത്തിനേക്കാൾ ഉയർന്ന സ്ഥാനം ലഭിക്കുക എന്നല്ലാതെ അതിൽ നിന്ന് കീപ്പോട്ട് പോരല്ലേ, അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കപ്പെടല്ലേ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ ചെയ്തോ. ദായിമല്ലാത്ത അധികാരങ്ങൾ ഒന്നും നീ ഏറ്റെടുക്കണ്ട. വളരെ അർത്ഥവത്തായ, വളരെ ചിന്തിക്കേണ്ട ഒരു ഹിക്മത്താണിത്. ഇന്ന് ലോകത്ത് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സ്ഥാനാർത്ഥി തന്നെ പേരന്നെ
സ്ഥാനം അർത്ഥിക്കുന്ന ആള്, ചോദിച്ചു വാങ്ങുന്ന ആള്. എന്നിട്ട് കാണുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും അധികാരം കിട്ടോളും കൈ കൂപ്പി വൈറ്റില നടക്കും. പിന്നെ അധികാരം കിട്ടിയാൽ പിന്നെ വന്ന വഴിയൊന്നും ഓർമ്മയുണ്ടാവൂല. പിന്നെയോ ആ നിശ്ചയിച്ച കാലം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ചിലപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കിയതും വരും. അത് മഹാന്മാർ, ഉയർന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. അത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ടാം കിടക്കാരുടെ സ്വഭാവമാണ്. പിന്നെ മറ്റുള്ളവർ, ദുന്യാവിന്റെ ആളുകൾ, അവർക്ക് സ്വയമായിട്ടും മറ്റുള്ളവർക്കും എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടാകും. ഉള്ളവർ നിന്നോട്ടെ. അതിന് സംഭവം അതാണ്. ദായിമല്ലാത്ത അധികാരത്തെ നീ ഏറ്റെടുക്കണ്ട. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ അധികാരം നിനക്ക് പോവുക തന്നെ ചെയ്യും. ഖുൽതു അൽ വിലായത്തുല്ലത്തി ലാ തദൂമു ഹിയൽ വിലായത്തുല്ലത്തി തഅതി മിൻ ജിഹത്തിൽ ഫഖ്. രണ്ട് സൈസ് അധികാരമുണ്ട്. ദായിമല്ലാത്ത അധികാരം, ദായിമാകുന്ന അധികാരം. ദായിമാവാത്ത അധികാരം എന്ന് പറഞ്ഞാൽ ഫർക്കിന്റെ ഭാഗത്തിൽ കൂടി വരുന്നത്, അള്ളാഹുമായി ബന്ധിച്ചതല്ലാത്ത ദുന്യാവുമായി മാത്രം ബന്ധപ്പെട്ടത്. നീ ദുന്യാവുമായി മാത്രം ചിന്തിക്കുന്ന ഘട്ടം, ഭൗതികം മാത്രം ആലോചിക്കുന്ന ഭാഗത്തിൽ കൂടി ലഭിക്കുന്ന അധികാരങ്ങൾ, വഹിയ വിലായത്തുൽ ഖൽഖി, അത് ഈ മഖ്ലൂഖായ ഭൂമിയിലുള്ള അധികാരങ്ങളാണ്. കഖിത്തത്തി സൽത്തന والقضاء والقيادة وغير ذلك من الخطط التي كلفها الله بعض عباده. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന രാജാധികാരം, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ജനാധിപത്യത്തിൽ ലഭിക്കുന്ന പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ ജഡ്ജിയാവാനുള്ള അധികാരം, ഖളാ, അല്ലെങ്കിൽ മറ്റുള്ള സർവ്വസൈന്യാധിപൻ, ഇങ്ങനെ, അല്ലെങ്കിൽ സൈന്യാധിപന്മാർ, ഈ നിലക്ക് ലഭിക്കുന്ന പല ജാതി അധികാരങ്ങളുണ്ട്. ഉദാഹരണങ്ങളാണ്. അധികാരത്തിനും ഉദ്യോഗത്തിനും യാതൊരു കണക്കുമില്ല. അതിൽ ലഭിക്കുന്ന അധികാരങ്ങൾ ഫർക്ക്, അള്ളാഹുവിനെ അതിൽ ഗ്രഹിക്കാത്ത ഉള്ള അധികാരങ്ങൾ. അതൊന്നും നീ ഏറ്റെടുക്കണ്ട. ഏറ്റെടുത്താൽ ഒഴിവായി പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കും. ويدخل فيها أيضا ولاية المال إذا كان يعظم من أجله. മുതല് കാരണമായിട്ടുള്ള അധികാരം, അവന് വലിയ മുതലാളിയായിട്ട്, ആ മുതലാളിയായതിന്റെ പേരിൽ അവനെ ബഹുമാനിക്കപ്പെടുമെങ്കിൽ അതും അധികാരം തന്നെയാണ്. അതുപോലെ വലിയ തറവാട്ടുകാരനാണുള്ള അധികാരം. തെക്ക് വല്ലാത്ത തറവാടുകാരനോടൊരു കാര്യവുമില്ല. ഇതിന് ജീവിതങ്ങൾ പറയാണ്. അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നേതാവാകുക, വിലായത്തുൽ ഇൽം. ഇദാ കാന ഖാലിയൻ അനൽ അമൽ, അമലിനെ തൊട്ടൊഴിവാണ്. അവൻ വലിയ പണ്ഡിതനാണ്, പണ്ഡിതന്മാരുടെ നേതാവാണ്, പക്ഷെ അവർക്ക് അമലില്ലേ, ഒരു കാര്യം അതുകൊണ്ടില്ല. അതിൽ നിന്നും അവനെ ഒഴിവാക്കപ്പെടും. ഫഇന്നഹാ തഫ്നാ വതൻഖതിഉ വയകുബുഹാ ദുല്ലും വഫഖ്റുൻ. അത് നശിക്കുകയും അത് മുറിഞ്ഞു പോവുകയും അതിന്റെ പിറകെ അവനിക്ക് ദാരിദ്ര്യവും നിസ്സാരതയും പിടിപെടുകയും ചെയ്യും. അധികാരത്തിലുണ്ടാവുമോൻ എല്ലാവർക്കും വേണം. അധികാരം കഴിഞ്ഞാലോ ഒരാൾക്കും വേണ്ട, തിരിഞ്ഞാണ് നോക്കൂല. ഞാൻ പഴയ സ്ഥാനാർത്ഥിയായിരുന്നു, പഴയ മെമ്പറായിരുന്നു, പഴയ പ്രസിഡന്റായിരുന്നു, ഇപ്പം പറഞ്ഞു നടക്കും. എന്ത് കാര്യമുണ്ട് അതുകൊണ്ട്? ഒന്നുമില്ല. വൽ വിലായത്തുല്ലത്തി തദൂമു ഹിയൽ വിലായത്തുല്ലത്തി തഅതി മിൻ ജിഹത്തിൽ ജംഇ വഹിയൽ ഇസ്സു ബില്ലാഹ്. ജമ്മിന്റെ ഭാഗത്തിൽ കൂടി വരുന്ന വിലായത്ത്. എന്തിനും അവൻ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടൊരു അധികാരവും അവനക്ക് വേണ്ട. ഹൽക്കിനെ ഹൽക്ക, വെറും ഒരു ഹൽക്ക് എന്ന ഭാഗത്ത് കൂടി കളയാതെ അള്ളാഹുവിന്റെ മഖ്ലൂക്ക് എന്ന നിലക്ക് കാണണം. അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടി അവനിക്കില്ല. അങ്ങനെ അള്ളാഹുവിനെ എല്ലാത്തിലും കൂട്ടിക്കൊണ്ടുള്ളതായ, ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള, അള്ളാഹിനെ കണ്ടുകൊണ്ടുള്ള അധികാരം, അതാണ് ദായിമാകുന്ന അധികാരം. വഹിയൽ ഇസ്സു ബില്ലാഹ് വൽ ഗിനാ ബിഹി വൽ മഅരിഫത്തു ലഹു വൽ ഗൈബത്തു അമ്മാ സിവാ. അജമ്മിന്റെ ഭാഗത്ത് കൂടെയുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് ഇവൻ ഇസ്സത്തുള്ളവനായി മാറുക, അള്ളാഹുവിനെ കൊണ്ട് ബാക്കിയുള്ളവരെല്ലാത്തിനെ തൊട്ടും അവൻ ഐശ്വര്യവാനായി മാറുക.
അതുപോലെ തന്നെ അള്ളാഹുവിനെ വേണ്ടതുപോലെ അറിയാം. അള്ളാഹു എല്ലാത്തിനും തൊട്ട് വൈബത്താകുക. അങ്ങനെ അവൻ കാമിലായ വലിയന്റെ മർത്തബയിലെത്തുക, ഷുഹൂദിന്റെ മർത്തബയിലെത്തുക, ജമ്മിന്റെ പൂർണ്ണമായ മർത്തബയിൽ, അല്ലെങ്കിൽ ഫനായിൽ, അല്ലെങ്കിൽ ബക്കാഉസാനിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നവനാകുക. ഈ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആ സ്ഥാനമാനം അത് കിട്ടാൻ വേണ്ടി നീ ശ്രമിച്ചോ. അത് വല്ലാത്തൊരു അധികാരമാണ്. കിട്ടാൻ വേണ്ടി നീ അമൽ ചെയ്യാന്നുള്ളത് ശരിയല്ല. അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം നീ നീങ്ങുമ്പോൾ നീ അതിൽ പെട്ടോളും. ഫലാ ശക്ക അന്ന ഹാദിഹി വിലായത്തുൻ ലാ തൻഖതിഉ വശറഫുൻ ലാ യൻഫദു വഇസ്സുൻ ലാ യബീദ്. ഈ ഒരു വിലായത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടവരാകുക. ഏത് സമയത്തും അള്ളാഹുവിനെ തൊട്ട് ഇവൻ ഗായിബാകുന്ന അവസ്ഥ. എപ്പോഴും മോനിക്ക് അള്ളാഹുവിനെ മാത്രമേ ഓർക്കാനുള്ളൂ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലെത്തിയ ആൾ കഴിഞ്ഞാൽ, ആ ഒരു പോസ്റ്റെത്തിയോന് ആ വിലായത്ത് ഒരിക്കലും മുറിഞ്ഞു പോകൂല. അത് നശിച്ചു പോകുന്ന സ്ഥാനമാനല്ല, അത് എന്നെന്നും നിലനിൽക്കുന്ന അന്തസ്സാണത്. വല്ലാത്ത അടിവരയാണ് ഇടേണ്ട സ്ഥലമാണ്. ഈ ഒരു അധികാരം വിലായത്തിന്റെ മർത്തബയിലെത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ശൈത്താന്റെ ബന്ധിക്കലല്ല, അവന് തോന്നലല്ല. യഥാർത്ഥത്തിൽ വിലായത്തിന്റെ മർത്തബയിലെത്തിയവർ മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു കളയോ എന്നുള്ള പേടി അവർക്ക് വേണമെങ്കിലും അതെടുത്ത് കളയൽ അള്ളാഹുവിന്റെ സ്വഭാവമല്ല. അത് നിലനിൽക്കും. പ്രത്യേകിച്ചും മരണം വരേക്കും നിലനിൽക്കുന്ന ആ വിലായത്ത് ഈമാനോട് ഒരാൾ മരിച്ചു കഴിഞ്ഞ വലിയാണെങ്കിൽ അത് മരണശേഷവും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫലാ ശക്ക അന്ന ഹാദിഹി വിലായത്തുൻ ലാ തൻഖതിഉ വശറഫുൻ ലാ യൻഫദു വഇസ്സുൻ ലാ യബീദ്. യുഹ്കാ അന്ന സയ്യിദി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹി മുബാറക് എന്ന് പറയുന്ന മഹാൻ, അവരുടെ ചരിത്രം നാം പറഞ്ഞിട്ടുണ്ട്. വലിയ പണക്കാരനായിരുന്നു, വലിയ ധനികനായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു, വലിയ ആളായി മാറി. വകാന മിൻ താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് അവർ. വമിനൽ ഉലമാഇൽ ആമിലീന സാഹിദീൻ, സാഹിദീങ്ങളായ ആമിലീങ്ങളായ പണ്ഡിതന്മാരിൽപ്പെട്ടവരുമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അൽ മുബാറക് റളിയല്ലാഹു അൻഹു. അവർ ഖദിമ ഹാറൂൻ റഷീദ്, ഹാറൂൻ റഷീദിന്റെ അടുക്കലേക്ക് വന്നു. ഫലമ്മാ ദഖലൽ അസ്കറ, അങ്ങനെ അവര് ഹാറൂൻ റഷീദിന്റെ സൈന്യത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ, കോട്ടകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് സൈന്യം വലയം വെച്ച സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി തടിച്ചുകൂടി. മാത്രവുമല്ല ചുറ്റുഭാഗവും വലിയ ശബ്ദ കോലാഹലമുണ്ടായി. തിരക്ക് കാരണം ചില ആളുകളുടെ ചെരുപ്പുകളെല്ലാം മുറിഞ്ഞുപോയി. ഒരു കാലിൽ ചെരുപ്പുള്ളവര്, മറ്റേ കാലിൽ ചെരുപ്പില്ലാത്തവര്. വർത്തഫത്തിൽ പൊടി വല്ലാതെ ഉയർന്നു, ആളുകൾ തടിച്ചുകൂടി. വല്ലാത്ത ശബ്ദകോലാഹലം. എല്ലാവർക്കും അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണം. ഈ സമയത്ത് ഫഅശ്റഫത്ത് ഉമ്മു വലദി ഹാറൂന മിൻ ഖസ്രിൽ ഖശബ്, അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഹാറൂൻ റഷീദിന്റെ ഉമ്മുവലതായ സ്ത്രീ, ഹാറൂൻ റഷീദിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാട്ടി സ്ത്രീ എത്തി നോക്കി എന്താണ് ഈ ശബ്ദമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ പുറത്ത് വലിയ ശബ്ദ കോലാഹലങ്ങളും ജനങ്ങളുടെ വലിയ തിരക്കുമാണ്. അപ്പൊ ഉമ്മുവലത് ചോദിച്ചു, മാ ഹാദാ, എന്താപ്പത്? ഖാലൂലാ, അപ്പോ അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലുള്ള ആളുകൾ ഉമ്മുവലദിനോട് പറഞ്ഞു, ഹാദാ ആലിമു ഖുറാസാൻ, ഖുറാസാനിലെ പണ്ഡിതനാണത്. ഖുറാസാനിലെ പണ്ഡിതൻ വന്നപ്പോ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ ഒന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാനും അദ്ദേഹത്തോട് ദുആ ചെയ്യിപ്പിക്കാനുമുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഫഖാലത്ത്,
അപ്പൊ ഹാറൂൻ റഷീദിന്റെ പത്നിന്റെ സ്ഥാനത്തുള്ള ഉമ്മൂലത് പറഞ്ഞു, ഹാദാ വല്ലാഹി ഹുവൽ മുൽക്കു വൽ ഇസ്സു ലാ മുൽക ഹാറൂൻ അല്ലദീ യജ്മഉ അന്നാസ ബിസ്സൗതി വൽ അസാ. ഉമ്മൂലത് പറഞ്ഞ വർത്താനമല്ലാത്ത വർത്താന. യഥാർത്ഥ അധികാരം, യഥാർത്ഥ അന്തസ് എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതനിക്ക്, ഈ വലിയനിക്ക് ലഭിക്കുന്ന, അബ്ദുല്ലാഹിബ്നു മുബാറക്കിനിക്ക് ലഭിക്കുന്ന ഇതാണ്. ഹാറൂന്റെതൊക്കെ എന്ത് അധികാരമാണ്! അത് വാടികൊണ്ടും ചാട്ടവാറുകൊണ്ടും ആയുധങ്ങളെ കൊണ്ടും ജനങ്ങളെ പേടിപ്പിച്ചു നിർത്തുന്നൊരു അധികാരല്ലേ. ഹാറൂനിക്ക് പട്ടാളക്കാരില്ലെങ്കിൽ, പോലീസുകാരില്ലെങ്കിൽ ഇവിടെ എന്ത് ജനങ്ങളെ അംഗീകാരമാണ് ഹാറൂനിക്ക്? ഇതുപോലെയുള്ള അംഗീകാരം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കേ ലഭിക്കുള്ളൂ. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ അധികാരം നശിക്കൂല, എന്നെന്നും നിലനിൽക്കും. ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഇക്മത്തുൽ തഫ്സീർ പറഞ്ഞതാ, ഇൻ അറദ്ത അൻ ലാ തുഅ്സല ഫലാ തതവല്ല വിലായതൻ ലാ തദൂമു ലക്. ഉള്ള സ്ഥാനം നഷ്ടപ്പെടപ്പെടാതിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദായിമല്ലാത്ത അധികാരത്തെ ഏറ്റെടുക്കണ്ട. നീ ഏറ്റെടുക്കേണ്ട വിലായത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നശിച്ചു പോവാത്ത വിലായത്തുകൾ ധാരാളമുണ്ട്, കുറെ മർത്തബകളുണ്ട്. വിലായത്തിന്റെ മർത്തബ ഉയർമുത്തനാഹിയാണ്. ദുനിയാവിലുള്ള അധികാരത്തിന്റെ ഏറ്റവും ഉയർന്നതിനൊരു പരിധിയുണ്ട്. രാജാവ്, അല്ലെങ്കിൽ രാജാക്കന്മാർ രാജാവ്, അല്ലെങ്കിൽ ലോകം മൂലം ഭരിക്കുന്ന ആള്, അതിനപ്പുറം അധികാരം എന്താ? എന്നാൽ അള്ളാഹുവിന്റെ വിലായത്തിനിക്ക് അതുപോലെ എല്ലാതിനേക്കാളും മർത്തബകളുണ്ട്. ഏറ്റവും വലിയ മർത്തബ മുർസലീങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയത് മുർസലീങ്ങൾ എന്നുള്ള ഉലുൽ അസ്മിന്റെ മർത്തബ. അവിടുന്ന് അങ്ങോട്ട് പോന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിച്ചതായ മുഅ്മിൻ, ഈമാന്റെ മർത്തബ വിലായത്തിന്റെ ഏറ്റവും താഴേക്കടിയുള്ള മർത്തബ. ഉലുൽ അസ്മികളിൽപ്പെട്ടവരായ പ്രവാചകരാകുക, അല്ലെങ്കിൽ അള്ളാഹു റസൂലിന്റെ മർത്തബ, പ്രവാചകരായ റസൂലുള്ളാഹിന്റെ മർത്തബ ഏറ്റവും താഴ്ന്ന മർത്തബ. അതിന്റെ ഇടയിൽ ധാരാളം സ്ഥാനമാനങ്ങളുണ്ട്. ഔലിയാക്കൾ ധാരാളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റംലി ഇമാമിനോട് അവരുടെ ഫത്താവ റംലിൽ ചോദ്യമുണ്ട്. ചില സാധാരണക്കാര് അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളെ വിളിച്ചിട്ട് പറയലുണ്ട്, അമ്മ ഉസുഇല അമ്മാ യഖൗമിൽ ആമാ മിൻ ഖൗലിഹിം മിൻ ദശദായിദി യാ ശൈഖു ഫുലാൻ യാ റസൂലല്ലാഹ് യാ ശൈഖ് മുഹിയുദ്ദീൻ ഇങ്ങനെ വിളിക്കലുണ്ട്. അമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറയലുണ്ട്. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കലുണ്ട്. അശ്ശഫാഅത്ത് ഹബ്ലനാ എന്ന് പറയലുണ്ട്. ഇതുപോലെയുള്ള പല ജാതി വിളിച്ചുകൊണ്ട് ഇസ്തിഗാസഹായം അഭ്യർത്ഥന അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ഔലിയാക്കൾ, ഉലമാ, സ്വാലിഹീങ്ങളോട് ചോദിക്കലുണ്ട്. അത് ജായിസാണോ അല്ലേ? ഒരു ചോദ്യം. അടുത്ത ചോദ്യം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ ഇവർ മരിച്ചതിന്റെ ശേഷം ഇവർ സഹായിക്കുമോ? സഹായിക്കുമെങ്കിൽ അതിനേക്ക് മുൻഗണന നൽകുന്ന തെളിവെന്താണ്? ഫാജാബ. അപ്പൊ മറുപടിയായിട്ട് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയാണ്, ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയായി വൽ മുർസലീന വൽ ഔലിയായി വൽ ഉലമായി വസ്സാലിഹീന ജായിസത്തുൻ. ആ ഇസ്തിഗാസഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് അത് ജായിസായ കാര്യമാണ്, യാതൊരു പ്രശ്നവുമില്ല. വലിർറുസുലി വൽ അംബിയായി വൽ ഔലിയായി വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം. മുർസലീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവർ വഫാത്ത് മരിച്ചതിന്റെ ശേഷം മരണാനന്തരം അവർക്ക് സഹായിക്കാനുള്ള കഴിവുണ്ട്. കാരണം അന്ന മുജിയത്തുൽ അംബിയായി വകറാമാത്തിൽ ഔലിയായി ലാ തൻഖതിഉ ബിമൗതിഹിം. അമ്പിയാക്കളെ മുജിസത്തുകൾ, ഔലിയാക്കളുടെ കറാമാത്തുകൾ അവര് മരിക്കൽ കൊണ്ടിട്ടത് ഇല്ലാതെ മുറിഞ്ഞു പോകൂല.
ഇതാ നമ്മളെ വിഷയം. ഈ വിഷയം തന്നെയാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇൻ അറത്ത അല്ലാ തുഅ്സല ഫലാ തതവല്ല വിലായതൻ ലാ തദൂമു ലക. നിനക്ക് ഒരു സ്ഥാനമാനങ്ങൾ നശിച്ചു പോവലിനെ, ഇല്ലാതെയാവായിപ്പോലിനെ, അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കപ്പെടലിനെ, അസിലയ്യപ്പെടലിനെ, നീ അഴിയപ്പെടാതിരിക്കലിനെ നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദായിമാവാത്ത വിലായത്തെ നീ ഏറ്റെടുക്കണ്ട. ദായിമായ വിലായത്താകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന മർത്തബകളുണ്ട്, അതിലേക്ക് നീ നീങ്ങിക്കോ. ആ അധികാരം നീ ഏറ്റെടുത്താൽ മതി. അത് നിനക്കോൾ ചിലപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഖേന നിന്നെ ഏറ്റെടുപ്പിക്കും സ്ഥാനങ്ങൾ നൽകലുണ്ട്. വിലായത്ത് എന്ന് പറയുന്നത് കസ്ബിയാണോ എന്ന് ഖിലാഫുണ്ട്. എന്നായാലും അതിൽ കസ്ബിയായ കുറെ ഐറ്റങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവർ ചാർത്തിക്കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്. കുത്തുബിയത്ത്, ഔസിയത്ത്, ബദല്, അബ്ദാലിങ്ങളാകുക എന്നെല്ലാം പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ ആ സ്ഥാനത്ത് നിർത്തുന്നതാണ്. നിർത്തുന്ന സ്ഥാനമാനങ്ങൾ കുറേയുണ്ട്. നിർത്താതെ അല്ലാഹു തആല പ്രത്യേകമായി നൽകുന്ന അധികാരങ്ങളുമുണ്ട്. എങ്കിലും ആ നശിക്കാത്ത അധികാരത്തെ നീ ഏറ്റെടുത്തോ. ഇമാം റംലി പറയുന്നു, ലിഅന്ന മുഅ്ജിസത്തൽ അംബിയായി വ കറാമാത്തിൽ ഔലിയായി ലാ തൻഖതിഉ ബിമൗതിഹിം. എന്നിട്ട് എന്തുകൊണ്ട് മുൻകത്തിയാവൂല എன்ற തെളിവ് വ്യക്തമായി പറയുന്നുണ്ട്. അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ നിലനിന്നത് ഇസ്രാഈലിന്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത് നമ്മുടെ നിസ്കാരത്തിൽ റക്അത്ത് കുറക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായി വന്നതാണ്. വേറെയും ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായ കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി വരാം. وبالجملة ما جاز أن يكون معجزة لنبي جاز أن يكون كرامة لولي لا فارق بينهما إلا التحدي. സാധനം പറയാണ്, ഒരു ഷോർട്ടായിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ നബിമാർക്ക് മുഅ്ജിസത്തായി സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ വലിയനിക്ക് കറാമത്തായി വരാം. പിന്നെ കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം, കറാമത്താകുമ്പോൾ ഞാൻ നബിയാണ്, എന്നെക്കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന വാദമുണ്ടാവില്ല, തഹദ്ദി ഉണ്ടാവില്ല, വെല്ലുവിളി ഉണ്ടാവില്ല. ഇതിന്റെ മിഥി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല എന്നുള്ള വാദം ഉണ്ടാവില്ല. മുഅ്ജിസത്താകുമ്പോൾ ആ തഹദ്ദി ഉണ്ടാകും. ഇതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയൂല, അതാണ് ഞാൻ നബിയാണ് എനിക്കുള്ള തെളിവ് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഉണ്ടാവും മുഅ്ജിസത്താകുമ്പോൾ. ഇതല്ലാതെ യാതൊരു ഫാരിക്കും തന്നെ രണ്ടിന്റെയും ഇടയിലില്ല. അത് വലിയ ഫാരിക്കും ആണ്. ചുരുക്കത്തിൽ ഈ ദുന്യവിയായ അധികാരങ്ങൾ ധാരാളമുണ്ട്. അത് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവനിക്ക് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മരണത്തോടു കൂടെ എന്തായാലും അവൻ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന അധികാരം നീ ഏറ്റെടുക്കണ്ട. അതൊക്കെ ഒഴുന്ന ആളുകൾക്കുള്ളതാണ്. നിനക്ക് മരണത്തിന്റെ ശേഷവും കൂടി നിലനിൽക്കുന്ന അധികാരം, വിലായത്ത്, ഉയർന്ന സ്ഥാനം, അതാണ് നീ വേണ്ടത്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ എന്ന് പറയുന്ന ആ ഒരു അധികാരത്തെയാണ് നീ പ്രതീക്ഷിക്കേണ്ടത്. അതിനെ നീ ആഗ്രഹിക്കുകയും ചെയ്തോ, അതിനൊക്കെ അല്ലാഹു നൽകണം. ആ ഒരു നിലക്ക് നീ മുന്നോട്ട് പോ. അതിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നീ ചെയ്തോ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായൊരു കാര്യം ഉണർത്തുന്നു. വഅയ്ളൻ അൽ വിലായത്തുല്ലതി തദൂമു തൻസഹിബു അലൈഹി വഅലാ ദുരിയതിഹി ثم تدوم فيهم على قدر جاهه عند الله وعظيم ولايته. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ദായിമാകുന്ന വിലായത്ത് അധികാരം, അത് അവന്റെ പേരിൽ അത് ഇൻസിഹാബായി വന്നുകൊണ്ടേയിരിക്കും, ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. വഅലാ ദുരിയതിഹി, ഓന്റെ മേലിൽ എന്നല്ല ഓന്റെ സന്താന പരമ്പരയുടെ മേലിലും. പിന്നീട് ആ സന്താന പരമ്പരകളിൽ അത് നിലനിൽക്കും. ഇവനിക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ജാഹിനനുസരിച്ചും അള്ളാഹുവിന്റെ അടുക്കലുള്ള വിലായത്തിന്റെ ഖദറനുസരിച്ചും ഇവന്റെ മക്കൾ അത് ആസ്വദിക്കും. ഫകുല്ലു മൻ അളമത് വിലായതുഹു ദാമത് അലാ ഔലാദിഹി വഅത്ബാഇഹി ബിഖദരി തിൽകൽ വിലായ
വിലായത്ത് വളരെ ഉയർന്ന മർത്തബയുള്ള ഒരാളാണെങ്കിൽ അവന്റെ ആ വിലായത്ത് അവന്റെ മക്കളെ മേലിലും അവനോട് പിന്തുടരുന്നവരുടെ മേലും അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് സ്ഥാനമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവരുടെ മക്കള്, അവരുടെ അത്ബാ, അവരുടെ പിൻഗാമികൾ, അവരുടെ പിന്തുടർച്ചക്കാർ, അവർക്കത് നിലനിൽക്കും. ഇത് പരിശുദ്ധ ഖുർആന്റെ കാര്യമാണ്. ഖുർആനിൽ പറയുന്നുണ്ട് ഈ സംഭവം. ഏത് ഒരാൾക്ക് വിലായത്തിന്റെ മർത്തബെത്തിക്കഴിഞ്ഞാൽ അതിന്റെ മഹത്വം അവന്റെ മക്കളും അവന്റെ അനുയായികളും അനുഭവിക്കും. ഒരു ഷർത്തേ ഉള്ളൂ, മക്കളും അനുയായികളും അതിനെ വെറുക്കാത്തവരായാൽ മതി. അത് കിട്ടണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായാൽ മതി. അവരുടെ അമൽ ഇവർ ചെയ്തോളണമെന്നില്ല. കണ്ടോ, വഹുവ മാനാ ഖൗലില്ലാഹി തആല അലാ ബഅദി തഫാസീർ. പല ആയത്തുകൾക്ക് പല തഫ്സീറുകൾ ഉണ്ടാകും. ഒരു തഫ്സീർ പ്രകാരം വൽ യഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ ഖാഫൂ അലൈഹിം. സൂറത്തുൻ നിസാ 9-ാമത്തെ ആയത്ത്. എന്താ? വൽ യഖ്ശ, ഭയപ്പെടട്ടെ, അല്ലദീന, ഒരു കൂട്ടർ, ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ, അവരുടെ ശേഷം അവർ ഒഴിവാക്കിയിട്ടാൽ, ബലഹീനരായ ദുർരിയത്തിനെ ഒഴിവാക്കിയാൽ, ഖാഫൂ അലൈഹിം, അവരുടെ മേൽ അവർക്ക് ബേജാറാണ്, പേടിയാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നല്ലോണം ഭയപ്പെടട്ടെ. അവർക്ക് മക്കളുണ്ട്. ഈ മക്കൾ വലിയ ഉസാറുള്ളവരല്ല, ബലഹീനരാണ്. അവർ എന്താകുമെന്ന ഭയപ്പാടുള്ള ആളുകൾ, ആ രക്ഷിതാക്കൾ, അവർ നല്ല നിലക്ക് അള്ളാഹുവിന്റെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവട്ടെ. ജീവിച്ചാലെന്താ കാര്യം? ബിനാജീവ തങ്ങൾ പറയുന്നതിന് ബാക്കി, ഫഇന്നല്ലാഹ യഹ്ഫദുഹു ഫീഹിം. എന്റെ മക്കൾ എന്താകുമെന്ന് ഭയമുള്ള ആളുകൾ, അവർ അള്ളാഹുവിനെ നല്ലോണം ഭയപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു ആ മക്കളെ കാക്കും. ഖുർആന്റെ തഫ്സീർ പല മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പല വേറെ കോലത്തെ തഫ്സീർ ഉണ്ടാകത്തിനിക്ക്. യത്തീം മക്കളെ മുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവന്റെ സ്വന്തം മക്കൾ യത്തീം മക്കളാകുമ്പോൾ എന്താകുമെന്ന് ഭയപ്പെടും പോലെ ആരാന്റെ മക്കളുടെ കാര്യം മുതൽ കൈകാര്യം ചെയ്യുന്നവർ ഭയപ്പെടട്ടെ എന്നർത്ഥമോ എന്നാണ് ചിലർക്ക് അർത്ഥം വെച്ചിട്ടുള്ളത്. അതിന്റെ തഫ്സീറാണ് ഇത്. മറ്റൊരു തഫ്സീറാണ്. വഖീല ഫീ ഖൗലിഹി തആല വകാന അബൂഹുമാ സാലിഹാ. സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്താണ്. വകാന അബൂഹുമാ സാലിഹാ. ഖദർ നബി അലൈഹിസ്സലാം വളരെ ബുദ്ധിമുട്ടി ഒരു നാട്ടിൽ കൂടെ പോകുമ്പോ ആ നാട്ടിൽ പൊളിഞ്ഞ മതിൽ കണ്ടു. ആ മതിൽ മൂസാ നബിയെയും കൂട്ടിക്കൊണ്ട് ആ മതിലിന്റെ പണി അവിടെ എടുത്തു. വല്ലാതെ വിഷമിച്ചു ആ പണിയെടുത്തു. നാട്ടുകാരാണെങ്കിലോ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. മൂസാ നബി ചോദിച്ചു, ഇങ്ങനെ ഒരു മതിൽ പണി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൂലി പറഞ്ഞിട്ട് കരാറ് പറഞ്ഞെടുത്താൽ പോലെ ഇവർക്ക് ഇതിനെ ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. അതിന് ഖിദർ നബിന്റെ മറുപടിയാണ് വകാന അബൂഹുമാ സ്വാലിഹാ. ഇത് രണ്ട് യതീം മക്കളെ മുതലാണത്. അവർ രണ്ടാളുടെയും വാപ്പ ഒരു കാര്യമായ ആളാണ്. വാപ്പ കാര്യമായ ആളാകുമ്പോൾ അദ്ദേഹത്തിന്റെ ദുർരിയത്തിനെ സംരക്ഷിക്കൽ മുഅ്മിനീങ്ങളെ ബാധ്യതയാണ്. കണ്ടോ, അന്നഹു കാന ജദ്ദഹുമുസ് സാബിഅ. ഈ പറഞ്ഞ സ്വാലിഹായ വാപ്പ എന്ന് പറഞ്ഞ 7-ാമത്തെ വല്യാപ്പയാണ്. فحفظ الله كنز اليتامى ببركة صلاح الجد. വല്യാപ്പയുടെ സ്വലാഹിന്റെ ബർക്കത്ത് കൊണ്ട് യതീം മക്കളായ ചെറിയ കുട്ടികളുടെ നിധിയെ അല്ലാഹു തആല കാത്തു. ഈ ആശയം മഹാന്മാരായ മഹത്തുക്കൾ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ ഉൾക്കൊണ്ടവരാണ്. ഈ ഒരു വിഷയം ഞാൻ എഴുതിയ അൽ-ഇഹാലത്തു അലല്ലാഹി ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ മഹത്തായ കിതാബ് അതിന്റെ 38-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുദ്രികുർ റജുല വവലദഹു വവലദ വലദിഹി. റവാഹു ഇബ്നു ബസ്കുവാൽ.
ഹിജറ 494 ജനിച്ച 494 ജനിച്ചു, 578 വഫാത്തായി, 84 കൊല്ലം ജീവിച്ച മഹാമുഹദ്ദിസ്, ചരിത്രകാരൻ, 50 ചില്ലാനം വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ ഇബ്നു ബസ്കുവാൽ. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് സുബായിയായ ഹദീസുണ്ട്. അവരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ 7 ആളെ മാത്രം ഇടയിലുള്ള ഹദീസുകൾ പോലും റിപ്പോർട്ട് ചെയ്ത മഹാനാണ്, വലിയ മഹാനാണ്. ആ ഇബ്നു ബസ്കുവാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ് ഈ പറയുന്നത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ മേലൊരാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിൽ അതിന്റെ ബറക്കത്ത് അവനിക്കും കിട്ടും, അവന്റെ മക്കൾക്കും കിട്ടും, വേറെ കുട്ടികൾക്കും കിട്ടും. അതാ നമ്മളെ സാധാരണക്കാരെ എന്തെങ്കിലും ഒരാൾ പറയുമ്പോൾ പറയല്, മറ്റേ മമ്പറും തങ്ങളെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊരു പ്രയോഗം ഉണ്ടെങ്കിൽ ഇന്നാളെ പേരക്കുട്ടിയല്ലല്ലോ. എന്താ കാരണം? വല്യാപ്പ നന്നായാൽ അതിന്റെ പവർ പേരക്കുട്ടി കിട്ടും. പേരക്കുട്ടി വലിയ ആളായിക്കൊള്ളണമെന്നില്ല. സാധാരണ ഒരു പൊതുവായി എല്ലാവർക്കും അറിയുന്നൊരു ഇൽമാണത്. ആ ഇൽമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവതരിപ്പിക്കുന്നത്. ഇന്നറത്ത അല്ലാ തുഅ്സല ഫലാ തതവല്ല വിലായത്തൻ ലാ തദൂമു ലക്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്ക് ചെറിയ മക്കളുണ്ടായിരുന്നു, ആൺകുട്ടികളുണ്ടായിരുന്നു, പെൺമക്കളുണ്ടായിരുന്നു. മുമ്പ് ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. മുമ്പ് അവരുടെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുട്ടി ഉറങ്ങുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, എന്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുമായിരുന്നു. എന്നിട്ട് കരയും. എന്ത്? വകാന അബൂഹുമാ സാലിഹ എന്ന ആയത്തോതി കരയും. സാലിഹായ വാപ്പാന്റെ പൗറ് മറ്റേ മക്കൾക്ക് കിട്ടി എന്ന് അൽഗാഫ് പറയുന്നുണ്ടല്ലോ, അത് നിനക്ക് എന്റെ ബർക്കത്ത് കിട്ടട്ടെ, ഞാൻ ചെയ്യുന്ന അമലിന്റെ ബർക്കത്ത് കിട്ടട്ടെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, ആ ഒരു പൗര് നിനക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഉദ്ദേശിച്ച് നിനക്ക് നന്മ നിൽക്കണം എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് എന്ന് പറയും. അതുപോലെ സഈദ് ഇബ്നു മുസയ്യിബ്, ഔലിയാക്കളുടെ താബീങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വളരെ ചിന്തിച്ച് വളരെ മനസ്സിലാക്കി മഹാനവർ പറയുന്ന വാക്ക, ഇന്നി ലഉസല്ലി ഫഅദ്കുറു വലദി ഫഅസീദു ഫീ സ്വലാത്തി. ഞാൻ അങ്ങനെ നിസ്കരിക്കുമ്പം എന്റെ മകൻ എനിക്ക് ഓർമ്മ വരും, അപ്പൊ ഞാൻ നിസ്കാരം കൂടുതലായി നിസ്കരിക്കും. വകാന അബൂഹുമാ സാലിഹ എന്ന് പറഞ്ഞ ആ പവർ കിട്ടാൻ വേണ്ടി ഈ ഹിക്മത്ത് ഓതുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നത്തെ കാലത്തെ ട്രോളന്മാരെ സംബന്ധിച്ചാണ്. 2 സൈസ് ട്രോളന്മാരുണ്ട്. ഒന്ന്, ഒരു കഥയുമില്ലാത്ത എന്തിനേയും വിമർശിക്കുന്ന ആളുകൾ. അവരങ്ങനെ പോട്ടവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല, അവർക്ക് അത്രേ കഥ ഉള്ളൂ. എന്നാൽ വലിയ വലിയ മഹത്തുക്കളാണ്, മഹാന്മാരാണ്, എല്ലാം തിരിയുന്നവരാണ്, വലിയ പണ്ഡിതരാണ്, ഔലിയാക്കളാണ് എന്നുവരെ വാദിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങൾ പലപ്പോഴായി പറയുന്നുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരായ ഔലിയാക്കളാൽ നിർമ്മിക്കപ്പെട്ട ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി, സുന്നത്തിനെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി പുത്തനാശയക്കാർ ഇവിടെ വിളയാടിയപ്പോൾ, അവർ ഇസ്ലാമിന്റെ എതിരായിട്ട് സുന്നത്തിനെതിരായിട്ടുള്ള രംഗത്ത് വന്നപ്പോൾ, ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളായ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ചതായ സംഘടനയാണ്. ആ സംഘടനയോട് ആര് കളിച്ചാലും അവർക്കതിന്റെ ലക്ഷണക്കേടുണ്ടാകും. ശൈഖുനാ ശംസുലമാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമസ്തയെ ആര് തൊട്ട് കളിച്ചാലും അവർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യുമെന്ന്. ഇതന്നല്ലേ സയ്യിദുൽ ഉലമയും പറഞ്ഞത്? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാപണ്ഡിതന്മാർ അവരൊരു സംഘടന രൂപീകരിച്ചു.
അതിൽ പിന്തുടർന്ന് അവരുടെ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരുടെ അത്ര തന്നെ വലിയവരല്ല എന്ന് സമ്മതിച്ചാൽ പോലും അവരുടെ ആ ബർക്കത്ത് ഇവർക്കുണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫകുല്ലു മൻ അളമത് വിലായതുഹു ദാമത് അലാ ഔലാദിഹി വഅത്ബാഇഹി ബിഖദരി തിൽകൽ വിലായ. വിലായത്ത് എത്രത്തോളം വലുതാകുന്നോ അതിന് കണക്കായി ആ വിലായത്ത് അവരുടെ മക്കളിലും അത്ബാഇലും, മക്കളിൽ മാത്രല്ല അവരെ പിന്തുടരുന്ന അത്ബാ, അവരിൽ അത് ദായിമാകും. നാം ലോകത്ത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എപ്പോഴും നിലനിൽക്കുന്ന ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഏതുണ്ടോ അതിന്റെ തലപ്പത്തുള്ളത് മഹത്തുക്കളായിരിക്കും. മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ, ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ മദ്ഹബുകളും ലോകത്ത് ഇത് നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? അവർ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായിരുന്നു. അതുപോലെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹത്തുക്കൾ അവിടെ കിതാബുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായിരുന്നു അന്നത്തെ കാലത്തെ. അതിന്റെ ബറക്കത്താണ് നിലനിൽക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാ, അള്ളാഹുവിന്റെ അന്ന് ഇവിടെ ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കളുടെ നേതാക്കന്മാർ, വലിയ വലിയ ഔലിയാക്കൾ കൂടി സ്ഥാപിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ബറക്കത്ത് അതിന്റെ അത്ബാവിയുടെ അത്ബാവിനിക്ക് അവരുടെ ആശയം ഇവിടെ നിലനിർത്തണമെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നു, അവർ എന്തൊരു ആവശ്യത്തോട് കൂടെയാണോ അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയത്, ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ആ സുന്നത്ത് ജമാഅത്തിലേക്ക് ഒരു പോറലും ഏൽക്കരുത് എന്ന ചിന്തയോടുകൂടെ ആര് പ്രവർത്തിക്കുന്നോ ആ സംഘടന തള്ളാതെ അത് അംഗീകരിച്ചുകൊണ്ട്, ആ ഭരണം അംഗീകരിച്ചുകൊണ്ട് ആരെല്ലാം നിലനിൽക്കുന്നോ അവർക്കെല്ലാവർക്കും അവരുടെ വിലായത്തിന്റെ ബറക്കത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. ദാമത്ത്, ആ വിലായത്ത് നിലനിൽക്കും. അലാ ഔലാദിഹി വഅത്ബാഇഹി, അവരുടെ ഔലാദിന്റെയും അവരുടെ അത്ബാഇന്റെ മേലിലും നിലനിൽക്കും. ഇത്രയും വലിയൊരു സത്യം, ഒരു സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീ ഇന്നാളെ പേരക്കുട്ടിയല്ലല്ലോ എന്ന് പോലും ചില ആളുകൾ ട്രോളുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം, അസംഭവ്യമായ വിഷയം അത് നടക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പേരക്കുട്ടികളോ പേരക്കുട്ടികളെ കുട്ടികളോ ആണെങ്കിൽ അത് സംഭവിച്ചേക്കാം. ഔലിയാക്കൾ പറയുന്ന അതേമാതിരി വരും. എന്നിട്ടാണ് പറയുന്നത് നീ അങ്ങനെ പേരക്കുട്ടിയൊന്നുമല്ലല്ലോ. ഇത്രയും ബദീഹിയായി മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടൊരു വിഷയം. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ പറഞ്ഞപ്പോ അത് ട്രോളാ നടക്കുക. ട്രോളന്മാർ, ബുദ്ധിയില്ലാത്തവർ ട്രോളർ മാത്രം വരുമാനമാക്കുന്നവർ ചെയ്തോട്ടെ. പണ്ഡിത വേഷധാരികളാണ് ഞങ്ങളാണ് വലിയ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ഇങ്ങനെ പൊതുജനത്തിനെടുക്ക് ചെറുതാവാൻ നിൽക്കരുത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശംസുലമക്ക് വളരെ ഇഷ്ടപ്പെട്ട പണ്ഡിതനാണ്. തങ്ങള് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഞങ്ങൾ തങ്ങൾ ഉസ്താദിനെ പറയുള്ളൂ, എന്റെ ഉസ്താദാണ്. ഞങ്ങൾ നന്ദിയിൽ 94 ഫൈനലിലുണ്ടാകുന്ന കാലത്താണ് തങ്ങൾ നന്ദിയിലേക്ക് വരുന്നത്. അന്ന് ശംസുലമന്റെ ഖാദിമ് ഞാനാണ്. അങ്ങനെ ശംസുലമ വരുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പോയി ശംസുലമൻക്ക് ഗേറ്റ് തുറന്നു, കൈ പിടിച്ചു, കാറിന്റെ ഡോറ് തുറന്ന് കൈ പിടിച്ചു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊണ്ടു കൊടുത്തു. എന്തെങ്കിലും കിതാബുകൾ വായിക്കണമെങ്കിൽ അത് വായിച്ചു കൊടുക്കും. ആ സമയത്ത് കോളേജിലെ ഉസ്താദന്മാരെ പറ്റി ചോദിക്കും, എംടി ഉസ്താദിനെ പറ്റി ചോദിക്കും, തങ്ങൾ ഉസ്താദിനെ പറ്റി ചോദിക്കും. തങ്ങൾ ഉസ്താദിനെ പറ്റി ചോദിക്കുമ്പോൾ ശംസുലമക്ക് പ്രത്യേക റാഹത്താണ്, വല്ലാത്തൊരു മുഖപ്രസന്നതയാണ്. എന്നോട് പറയും നല്ല തങ്ങളുട്ടിയാണ്, തങ്ങളുട്ടി വളരുമെന്നൊരുക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തങ്ങളെ പറ്റി വലുത് പറയുമ്പോൾ ഞാൻ പിന്നീട് തങ്ങൾ റൂം പോകും പറയും സൈഫുൻ തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. തങ്ങൾ പറയും അതെ എന്നെ പറ്റി പറയട്ടെ, നല്ലോം പറയട്ടെ, അതാണ് എന്റെ ഉയർച്ചയുടെ കാരണം, ഞാൻ അങ്ങനെ ഉയരുള്ളൂ.
അങ്ങനെ എന്തെല്ലാം എത്ര ദിവസമാണ് നല്ല തങ്ങളൊട്ടിയാണെന്ന് സൈഫുന പറഞ്ഞിട്ടുള്ളത്. ആ തങ്ങള് പൊതുവായി അംഗീകരിക്കപ്പെട്ട വിഷയം എന്താണ്? വിഷയം ഫകുല്ലു മൻ അളമത് വിലായതുഹു ദാമത് അലാ ഔലാദിഹി വഅത്ബാഇഹി ബിഖദ്രി തിൽകൽ വിലായ. അതുകൊണ്ട് സമസ്തക്ക് യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല ഇവിടെ. അത് എന്നെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്ത് കുതിരാൻ പോകുന്നു? വളരെ സൂക്ഷിച്ചു വേണം. ഔലിയാക്കളുടെ ഇബാറത്തുകൾ അത് മഹാന്മാരത് ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കും. അത് തിരിയാത്തവർക്ക് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്ന് വ്യക്തിപരമായി ചോദിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ അതിന്റെ ഉള്ളു തിരിയാതെ അവരെ ട്രോളാൻ വേണ്ടി നടക്കുന്നത് അപകടമാണ്. സമസ്തല്ലേ, ഔലിയാക്കളുടെ സംഘടനല്ലേ, അതിന്റെ ആളുകളൊക്കെ ഒന്ന് തെറ്റൂല എന്നാണ് ഇവർ പറഞ്ഞത് എന്നൊക്കെ ഇവർ ട്രോളുകളുണ്ട്. അതെല്ലാവരും പറഞ്ഞത് അവർ ആ സമസ്തന്റെ യഥാർത്ഥ ആശയം അത് ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ നേതാക്കന്മാർ മുഖേന അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ദീന നിലനിർത്താൻ അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ആ ഹക്കിന്റെ പേരിൽ ളാഹിരീങ്ങളായ ത്വായിഫത്ത് ഇന്ന് കേരളത്തിൽ സമസ്ത ജമിയത്തുൽ ഉലമയാ. അത് തന്നെ ഇനി ഖിയാമത്ത് നാൾ വരെ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യും. മഖ്ദൂമിങ്ങളെ ശേഷം പിന്നീട് ഇവിടെ വന്നത് ആ താബജിത്ത് പിന്തുടരുന്ന ഈ സംഘടനയാ. ഇന്ന് നമ്മുടെ നേതാക്കന്മാരാ. ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവരെപ്പറ്റി ശൈഖുനാക്ക് എത്ര മാത്രം കാഴ്ചപ്പാടാണുണ്ടായിരുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വാക്കുകളെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.